നമ്മുടെ ടോപ്പിക്ക് കൺവേർഷൻ ആൻഡ് എവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ ആണ്. അതിൻ്റെ അകത്ത് സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷനാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 3 + 4 × 5 ഇതെങ്ങനെ കമ്പ്യൂട്ടർ ഇവാലുവേറ്റ് ചെയ്യും? ശരിക്കും 3ഉം 4ഉം കൂടി പ്ലസ് ചെയ്ത് 7 × 5 = 35. ഇതാണോ ഇതിൻ്റെ ആൻസർ? അല്ല, ഇതിൻ്റെ ആൻസർ റോങ്ങാണ്. ഇതിൻ്റെ ആൻസർ എന്താ? ആദ്യം ആരെയും മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് അഡീഷൻ നടത്തും. അതാണ് അതിൻ്റെ റൂള്. ഓക്കെ, അപ്പോൾ 3 + 4 × 5 20 ചെയ്തിട്ട് അത് രണ്ടോട് പ്ലസ് ചെയ്യുന്നത് 23. ഇതാണ് ഇതിൻ്റെ ആൻസർ, അല്ലാതെ ഇതല്ല ആൻസർ. അപ്പോൾ കമ്പ്യൂട്ടറിന് ഇത് നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിക്കുന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടേ ചെയ്യാവൂ. ഇനി ഞാൻ അടുത്ത വേറൊരു രീതിയിൽ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ 3 + 4 × 5, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് ഉണ്ട്. എന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ചെയ്യും അല്ലേ. 3 + 4 ആദ്യം ചെയ്യും, ദെൻ 7 × 5. അപ്പോൾ എന്ത് കിട്ടും? 35. ഇതാണെങ്കിൽ 35 ആണ് ആൻസർ. ഒരിക്കലും ഇതിൻ്റെ അകത്ത് മറ്റേ രീതി നോക്കില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ റൂളുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിന് എങ്ങനെ റൂള് മനസ്സിലാക്കും? അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അടുത്ത കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എക്സ്പ്രഷൻസ് എന്താണെന്ന് പറയാം. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറാൻസും ഓപ്പറേറ്ററും കൂടെ ചേരുന്നതിനാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ A + B, ഇതിനെ നമുക്ക് ഒരു എക്സ്പ്രഷൻ എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡ്, എക്സ്പോണൻഷ്യൽ, ഇതെല്ലാമാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറാൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസിനെയാണ് ഓപ്പറാൻസ് എന്ന് പറയാം. A + Bക്കകത്തുള്ള ഓപ്പറാൻസ് എയും ബിയും, ഓപ്പറേറ്റർ പ്ലസ്സും ആണ്. ഓക്കെ, ഇനി അടുത്ത് A + B × C, ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ്സും ഇൻറ്റു ആണ് ഓപ്പറാൻസ്. A, B, C ആയിരിക്കും ഓപ്പറാൻസ്. ഓക്കെ, നമ്മൾ ഓപ്പറേറ്ററിന് യൂസ് ചെയ്യുന്നതിനാണ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രയോറിറ്റി പറയാണ്. അതായത് നമ്മൾ ഏതിനാണ് ഹയർ പ്രയോറിറ്റി കൊടുക്കുന്നത്? എപ്പോഴും എക്സ്പോണൻഷ്യൽസിനാണ് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് എക്സ്പോണൻഷ്യൽ വന്നാൽ അതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്, മോഡുലസും ആണ്. ഇതിന് മൂന്നിനും സെയിം പ്രയോറിറ്റിയാണ്. സ്റ്റാറിനും ഡിവൈഡിനും മോഡുലസിനും സെയിം പ്രയോറിറ്റിയാണ്. വന്നാൽ അത് ഇതിന് മൂന്നും ആയിരിക്കും. പിന്നെ എക്സ്പോണൻഷ്യൽ കഴിഞ്ഞിട്ടുള്ള പ്രയോറിറ്റി വരുന്നത് ഇതിന് മൂന്നും സെയിം പ്രയോറിറ്റി. അടുത്തത് പ്ലസിനും മൈനസിനും സെയിം പ്രയോറിറ്റിയാണ്. അത് ഇതിനേക്കാളും കുറഞ്ഞ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ കിടന്നാൽ ആദ്യം എക്സ്പോണൻഷ്യൽ ചെയ്യും, പിന്നെ സ്റ്റാറോ ഡിവൈഡോ മോഡുലസോ ഉണ്ടെങ്കിൽ അത് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ പ്ലസും മൈനസും ചെയ്യത്തുള്ളൂ. ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കി, 10 - 3 മോഡുലസ് 10 - 3 മോഡുലസ്. ഓക്കെ, ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. 10 - 3 മോഡുലസ് 8 + 6 / 4. അതിൻ്റെ അകത്ത് ആദ്യം ആര് ചെയ്യും? മോഡുലസ് ഓപ്പറേഷൻ. 3 mod 8 3 തന്നെയാണ്. അപ്പോൾ 3 നമ്മൾ എഴുതി. നെക്സ്റ്റ് 10 - 3 + 6/4 എന്ന് കിട്ടി. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ ഹയർ പ്രയോറിറ്റി ഏതാ കിടക്കുന്ന? ഡിവൈഡിനാണ്. അപ്പോൾ ഡിവൈഡിന് 6 / 4. ശരിക്കും 6 / 4 എന്ന് വെച്ചാൽ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ മാത്രമേ നമ്മൾ എവിടെ എഴുതത്തുള്ളൂ. 1 കിട്ടും. ഇവിടെ 4 റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. അതിനെ നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ 1 എന്നാണ് ആൻസർ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 10 - 3 + 1. മൈനസും പ്ലസും സെയിം പ്രയോറിറ്റിയാണ്. അപ്പോൾ ആദ്യം വരുന്നതിന് ആദ്യം ചെയ്യാം. 10 - 3 7, ദെൻ +1, ദെൻ 8. ഇങ്ങനെയാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതെല്ലാം രീതിയിലാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ഉള്ള നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് മെയിൻലി 3 അരിത്തമെറ്റിക് നൊട്ടേഷൻസ് ആണുള്ളത്. ഇൻഫിക്സ്, പ്രിഫിക്സ്, പോസ്റ്റ്ഫിക്സ്. ഇതാ ശ്രദ്ധിക്കാനുള്ള. ഇൻഫിക്സ്, പ്രിഫിക്സ്, പോസ്റ്റ്ഫിക്സ്. ഇൻഫിക്സ് മീൻസ് ഓപ്പറാൻഡും രണ്ട് ഓപ്പറാൻഡ്സിൻ്റെ ഇടയ്ക്കായിരിക്കും ഓപ്പറേറ്റർ വരുന്നത്. ഓപ്പറേറ്ററിൻ്റെ പൊസിഷനെയാണ് ഇതിൻ്റെ നൊട്ടേഷനായിട്ട് പറയുന്നത്. ഓപ്പറേറ്റർ രണ്ട് ഓപ്പറാൻഡ്സിൻ്റെ മിഡിൽ വന്നാൽ അത് ഇൻഫിക്സ്. രണ്ട് ഓപ്പറാൻഡ്സിൻ്റെയും മുകളിൽ വന്ന്, അതായത് ബിഫോർ ആണ് നമ്മൾ ഓപ്പറേറ്റർ വരുന്നതെങ്കിൽ അത് പ്രിഫിക്സ്. പ്രിഫിക്സ് എപ്പോഴും ബിഫോർ ആയിരിക്കും. ഓപ്പറേറ്റർ ബിഫോർ, ഓപ്പറേറ്റർ വന്നതിന് ശേഷമേ ഓപ്പറാൻഡ് വരത്തുള്ളൂ. പോസ്റ്റ്ഫിക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറാൻഡ്സ് വന്നതിന് ശേഷമായിരിക്കും ഓപ്പറേറ്റർ വരുന്നത്. അതിനാണ് പോസ്റ്റ്ഫിക്സ്. ഓക്കെ, ഇൻഫിക്സിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റർ ആയിരിക്കും ഇൻ ബിറ്റ്വീൻ വരുന്നത്. പ്രിഫിക്സ് ആണെങ്കിൽ ഓപ്പറേറ്റർ വന്നതിന് ശേഷമേ ഓപ്പറാൻഡ്സ് വരത്തുള്ളൂ. പോസ്റ്റ്ഫിക്സിലാണെങ്കിൽ ഓപ്പറേറ്റേഴ്സ് അവസാനമേ വരത്തുള്ളൂ. ഓപ്പറേറ്റേഴ്സ് ബിറ്റ്വീൻ വന്നാൽ ഇൻഫിക്സ്, ബിഫോർ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രിഫിക്സ്, ലാസ്റ്റ് വന്നാൽ പോസ്റ്റ്ഫിക്സ്. പോസ്റ്റ് മീൻസ് ആഫ്റ്റർ എന്നല്ലേ അർത്ഥം.
അതാണ് പോസ്റ്റ്ഫിക്സ്. ഇനി പ്രിഫിക്സ് നൊട്ടേഷന് പറയുന്ന പേരാണ് പോളിഷ് നൊട്ടേഷൻ. പോസ്റ്റ്ഫിക്സ് നൊട്ടേഷന് പറയുന്ന പേരാണ് റിവേഴ്സ് പോളിഷ് മെത്തേഡ്. കാരണം പ്രിഫിക്സിൽ എന്ത് ചെയ്യുന്നോ അതിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ്ഫിക്സ് കിട്ടും, അല്ലെങ്കിൽ പോസ്റ്റ്ഫിക്സ് ചെയ്യുന്നതിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിഫിക്സ് കിട്ടും, അല്ലെങ്കിൽ സഫിക്സ് എന്ന് പറയും. നമ്മൾ ശരിക്കും ഇൻഫിക്സ് ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഓപ്പറേഷൻ ഇൻഫിക്സ് ആണ്. ഇതിനെ പ്രിഫിക്സിലോട്ടും പോസ്റ്റ്ഫിക്സിലോട്ടും കൺവെർട്ട് ചെയ്യാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് ഇൻഫിക്സ് എക്സ്പ്രഷൻസ് നോക്കിക്കോ. എങ്ങനെ ടു ആഡ് എ ബി ആണ് ആഡ് ചെയ്യണം. ഇൻഫിക്സിൽ നമ്മൾ എങ്ങനെ എഴുതും? A+B എന്ന് എഴുതും. മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻഫിക്സിൽ A*B എന്ന് എഴുതും. പ്ലസും സ്റ്റാറും ഓപ്പറാൻസിൻ്റെ ബിറ്റ്വീൻ വരും, അതിനെ ഇൻഫിക്സ് എന്ന് പറയും. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്ക് A+B ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ആഡ് A,B എന്ന് എഴുതും, പ്ലസ് AB എന്ന് എഴുതും. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? *AB എന്ന് എഴുതും. ഇത് പ്രിഫിക്സ്. പ്രിഫിക്സ് എപ്പോഴും ആദ്യം വരും, ഓപ്പറേറ്റേഴ്സ്. അടുത്ത പോസ്റ്റ്ഫിക്സ് ആണെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ലാസ്റ്റ് വന്നാൽ പ്രോഫിക്സ്. A+B അല്ലെങ്കിൽ AB*, ഇത് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് എവിടെയാണ് ഇൻഫിക്സും പോസ്റ്റ്ഫിക്സും എന്നുള്ളതിനെ കാണിച്ചിരിക്കുന്നതാണ്. അതായത് എയും ബിയും എൻ്റെ രണ്ട് ഓപ്പറേറ്റേഴ്സ്. ഇത് ജസ്റ്റ് മനസ്സിലിരിക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ളൂ. എയും ബിയും ഓപ്പറാൻസ് ആണെങ്കിൽ, ഇൻഫിക്സ് ആണെങ്കിൽ ഓപ്പറേറ്റർ ബിറ്റ്വീൻ വരും, പ്രിഫിക്സ് ആണെങ്കിൽ പോസ്റ്റ്ഫിക്സ് ആണെങ്കിൽ അതിന് ശേഷമായിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പ്രഷൻ തന്നാൽ അതിനെ എങ്ങനെ ഇൻഫിക്സ് പോസ്റ്റ്ഫിക്സ് ആക്കാമെന്നുള്ള, പ്രിഫിക്സ് പോസ്റ്റ്ഫിക്സ് ആക്കാം. എക്സ്പ്രഷൻസ് എപ്പോഴും ഇൻഫിക്സ് ആയിരിക്കും. നമുക്ക് തരുന്ന എക്സ്പ്രഷൻസ് എപ്പോഴും ഇൻഫിക്സ് ആയിരിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻസ്. ഇതിനെ നമുക്ക് പോസ്റ്റ്ഫിക്സ് ആക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പോസ്റ്റ്ഫിക്സ് പഠിക്കാം, അതാണ് എളുപ്പം. അപ്പോൾ പോസ്റ്റ്ഫിക്സ് ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമുക്കറിയാം A+B *C. ഇതിൽ ഹയർ പ്രയോറിറ്റി ആർക്കാ? സ്റ്റാറിനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്രയും സാധനം വേണം ചെയ്യാൻ. അപ്പോൾ A+ അവിടെ ഇട്ടിട്ട്, പോസ്റ്റ്ഫിക്സിലാണെങ്കിൽ ഈ സ്റ്റാർ ശേഷമാണ് വരാനുള്ള, ആഫ്റ്ററാണ് വരാനുള്ള. രണ്ട് ഓപ്പറാൻസും കഴിഞ്ഞിട്ട് വേണം വരാൻ. അപ്പോൾ എന്തെഴുതണം? BC* എന്ന് എഴുതണം. മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതൊരു പുതിയത് കിട്ടി, ഇതൊരെണ്ണം കിട്ടി. ഇതിനെ മൊത്തത്തിൽ നമുക്ക് എക്സ്പ്രഷൻസ് എഴുതി കഴിഞ്ഞാൽ അതിനെ മൊത്തം ഒരൊറ്റ വാല്യൂ ആയിട്ട് എടുക്കാം. ദെൻ A+BC* കിട്ടി. ഇനി അടുത്ത നമ്മുടെ ഏതാ ഓപ്പറേറ്റർ? പ്ലസ് ആണ് ഓപ്പറേറ്റർ. അതെങ്ങനെ ചെയ്യും? A എഴുതി, ദെൻ ഇത് രണ്ടാമത്തെ ഓപ്പറേറ്ററാണ്. Bയും Cയും സ്റ്റാറും എഴുതിയിട്ട് ഈ പ്ലസ് അതുപോലെ എഴുതും. മനസ്സിലായോ? ഇതായിരിക്കും ഇതിൻ്റെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. നോക്കിക്കേ, A+B*C. അപ്പോൾ ആദ്യത്തത് ഇതാണ് നമ്മൾ ചെയ്യേണ്ട. ആദ്യം ഇത്രയും നമ്മൾ ചെയ്യും. BC* എന്ന് എഴുതി. അപ്പോൾ ഇത് രണ്ടും എല്ലാം ഒന്നായി. എന്നിട്ട് A1, BC* 1. ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഓപ്പറേറ്റർ പ്ലസ്, അതിനെ കൊണ്ടുവന്ന് അവസാനം ഇടും. അടുത്ത ഇതിൻ്റെ ഉള്ള പ്രിഫിക്സ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കിക്കേ. പ്രിഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ A+B*C. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ബിയും സിയും ആദ്യം നമ്മൾ ബിയും സിയും തന്നെ ചെയ്യുന്നത്. പക്ഷേ അവിടെ A+B*C. ആദ്യം നമുക്കിത് തന്നെ ചെയ്യാനുള്ളത്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ട? ആദ്യം സ്റ്റാർ എഴുതിയിട്ട് BC എഴുതും. ഇതാണ് നമ്മുടെ ഒരു ഓപ്പറേറ്റർ. ഇത് അവിടെ തന്നെ കിടക്കും A. ഇപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടി, ഇതൊന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ആണ്. അപ്പോൾ ആദ്യം പ്ലസ് എഴുതി, A എഴുതി, *BC. ഇതായിരിക്കും ഏതിൻ്റെതാണ്? പ്രിഫിക്സിൻ്റെത് വരുന്നത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നെക്സ്റ്റ് എഴുതിയതാണ് ഇത്. ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, A+B*C -D⁻E -F. ബ്രാക്കറ്റ് വന്നാൽ എങ്ങനെ ചെയ്യും? ആദ്യം ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നത് ചെയ്യും. ബ്രാക്കറ്റിൻ്റെ അകത്ത് ആദ്യം പ്രയോറിറ്റി ഉള്ളത് ആർക്കാണ്? ആദ്യം സ്റ്റാറിനും ഡിവൈഡും ഉണ്ട്. ആദ്യം വന്ന ആളിനെ ആദ്യം ചെയ്യും. അപ്പോൾ BC* മൈനസ് അതുപോലെ DE ബാർ. അത് കഴിഞ്ഞ ശേഷം ഇതൊരു എക്സ്പ്രഷൻ. അപ്പോൾ ഇതിനെ എഴുതും BC* DE ബാർ മൈനസിനെ പുറത്ത് എഴുതി. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ്, ഇത് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് ഇത് നമ്മുടെ ഒരു എക്സ്പ്രഷനായി. ഇതുണ്ട്. ഇനി പ്ലസ്സും മൈനസേ ഉള്ളൂ. അപ്പോൾ ആദ്യം വന്നതനുസരിച്ച് അപ്പോൾ പ്ലസ് ചെയ്യാം. പ്ലസ് എന്ന് പറഞ്ഞാൽ A എഴുതി, രണ്ടാമത്തെ ഓപ്പറേറ്റർ മൊത്തം എഴുതിയിട്ട് പ്ലസ് എഴുതും. കണ്ടോ? അത് കഴിഞ്ഞ് -F അവിടെ അതേപോലെ എഴുതും. അപ്പോൾ ഇതൊരു എക്സ്പ്രഷൻ, മൈനസ് അല്ലേ ഇനി നടുക്ക് വന്നാൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ എക്സ്പ്രഷൻ അതുപോലെ എഴുതി F എഴുതിയിട്ട് മൈനസിനെ ലാസ്റ്റ് ഇടുന്നു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇൻഫിക്സിൽ മാത്രമായിരിക്കും പരാന്തസിസ് ഉള്ളത്. പ്രിഫിക്സിലോ പോസ്റ്റ്ഫിക്സിലോ പരാന്തസിസ് കാണത്തില്ല. കമ്പ്യൂട്ടർ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ആയിരിക്കും. അതിനെ ആദ്യം കമ്പ്യൂട്ടർ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഇൻഫിക്സിനെ പോസ്റ്റ്ഫിക്സ് ആയിട്ട് കൺവെർട്ട് ചെയ്യും.
അത് കഴിഞ്ഞ് അതിനെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ എന്ത് കിട്ടുന്ന വാല്യൂ കിട്ടുന്നത്. ആദ്യം ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സായിട്ട് കൺവേർട്ട് ചെയ്യും, ദെൻ ഇവാലുവേറ്റ് ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെ അൽഗോരിതമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഓപ്പറേറ്ററിൻ്റെ പ്രിസിഡൻസ് അറിയണം. പ്രിസിഡൻസ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ആർക്കാണ്? എക്സ്പോണൻഷ്യലിന് ഹയർ പ്രിസിഡൻസ് ആണ്. അത് കഴിഞ്ഞ് സ്റ്റാറും ഡിവൈഡിനും ഒരേ പ്രിസിഡൻസ് ആണ്, മോഡുലസിനും. ദെൻ മൈനസും പ്ലസും സെയിം പ്രിസിഡൻസ് ആണ്. ഇനി നമുക്ക് കുറച്ച് റൂളുണ്ട്. നമുക്കൊരു എക്സ്പ്രഷൻ തന്നിരിക്കും, അത് ഇൻഫിക്സിലായിരിക്കും ആ എക്സ്പ്രഷൻ തന്നിരിക്കുന്ന, അതിനെ പോസ്റ്റ് ഫിക്സിലോട്ട് മാറ്റണം. അപ്പോൾ എക്സ്പ്രഷൻസ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിന് ഞാൻ Q എന്ന് കൊടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A+B ആണ് എൻ്റെ എക്സ്പ്രഷൻ ആണെങ്കിൽ എന്താ പോസ്റ്റ് ഫിക്സിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന്, സിമ്പിൾ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് ഇതിനെ സ്റ്റാക്കിലോട്ടാണ് ഇടുന്നത്. ഓക്കെ, സ്റ്റാക്കിലോട്ടാണ് ഇടുന്നത്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനായിട്ടാണ് എഴുതുന്നത്. ഇനി സ്റ്റാക്കിലോട്ട് ഇടുന്നത് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഈ ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിലോട്ട് നമ്മൾ പുഷ് ചെയ്തൊക്കെയാണ് ഇടുന്നത്. ദെൻ അത് കഴിയുമ്പോൾ അതിൽ നിന്ന് പോപ്പ് ചെയ്യും. പുഷും പോപ്പും ഓപ്പറേഷൻ ചെയ്താണ് ഇതിൻ്റെ കൺവേർഷൻ എല്ലാം ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മൾ പഠിക്കേണ്ട 1-2 കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ഇപ്പോൾ എക്സാമ്പിൾ മാത്രം ആദ്യം പറയാം, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റാക്കിൽ ഇപ്പോൾ മൈനസ് കിടന്നു. ഇനി എനിക്ക് വന്നത് ഡിവൈഡാണ് വരുന്നതെങ്കിൽ, മൈനസ് ആൾറെഡി സ്റ്റാക്കിൽ കിടപ്പുണ്ട്, ഡിവൈഡ് എനിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കാനുള്ളത് സ്റ്റാക്കിൽ ഉള്ളത് ആരാണെന്ന് നോക്കണം, മൈനസ്. ഇനി ഇടാനുള്ളത് ഡിവൈഡാണ്. ഡിവൈഡാണെങ്കിൽ മൈനസ് ഡിവൈഡിനേക്കാളും ഹയർ പ്രയോറിറ്റിയാണ് അല്ലേ, ഡിവൈഡിനാണ് കൂടുതൽ പ്രയോറിറ്റി. പ്രോബ്ലം ഒന്നുമില്ല, ഡിവൈഡിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുക. ഇനി എനിക്ക് വരുന്നത് ഇൻറ്റു ആണ് വരുന്നതെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇൻറ്റു ആണ് വരുന്നത്. ദെൻ ഇൻറ്റു വരുന്ന സമയത്ത് ഡിവൈഡും ഇൻറ്റു ആർക്കാ പ്രയോറിറ്റി? 2 പേർക്കും സെയിം പ്രയോറിറ്റിയാണ്. സെയിം പ്രയോറിറ്റി വരുന്ന സമയത്ത് ഇതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യരുത്. പകരം ഈ ഡിവൈഡിനെ പോപ്പ് ചെയ്തിട്ട് മാത്രമേ പുഷ് ചെയ്യാവൂ. അതാണ് ഒരു റൂള്. 2 ഓപ്പറേറ്ററും സെയിം പ്രയോറിറ്റി വരികയാണെങ്കിൽ അതിൽ സ്റ്റാക്കിൽ ഉണ്ടായിരുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പുഷല്ല പോപ്പ് ചെയ്യും. സ്റ്റാക്കിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് മാത്രമേ ഇതിനെ ആഡ് ചെയ്യുള്ളൂ. ഫസ്റ്റ് റൂള്, 2 ഓപ്പറേറ്റർ സെയിം പ്രയോറിറ്റി ഉള്ളതാണെങ്കിൽ 2നെ നമ്മൾ സ്റ്റാക്കിൽ ഇടത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്കിലുള്ളതിനെ പോപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടത്തുള്ളൂ. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ സ്റ്റാക്കിൻ്റെ അകത്ത് പിന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, റൂളാണ് ആദ്യം പറയുന്നത്. സ്റ്റാക്കിൻ്റെ അകത്ത് മൈനസ് ഉണ്ട്, ദെൻ ഡിവൈഡ് വന്നു, കുഴപ്പമില്ല, ഡിവൈഡിന് ഹയർ പ്രയോറിറ്റിയാണ്, ഉടനെ ഞാൻ ഡിവൈഡ് എഴുതി. ഇനി എനിക്ക് പ്ലസ് വന്നു. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്നത് ഡിവൈഡാണ്, ഇനി ഇടാൻ പോകേണ്ട പ്ലസ് ആണ്. ഒരിക്കലും ഹയർ പ്രയോറിറ്റി കഴിഞ്ഞ് ലോവർ പ്രയോറിറ്റി ഇടാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഹയർ പ്രയോറിറ്റി ഉള്ളതിനെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യണം. അപ്പോൾ ഇതിന് സ്റ്റാക്കിൽ നിന്ന് പോപ്പി. അതാണ് സെക്കൻഡ് റൂൾ പറയുന്നത്. ലോവസ്റ്റ് പ്രയോറിറ്റി കനോട്ട് പ്ലേസ് ആഫ്റ്റർ ഹയർ പ്രയോറിറ്റിക്ക് ശേഷം ലോവസ്റ്റ് പ്രയോറിറ്റി നമ്മൾ സ്റ്റാക്കിൽ പ്ലേസ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ അങ്ങ് പോപ്പ് ചെയ്തതിന് ശേഷം ഇതിനെ പ്ലേസ് ചെയ്യും. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്. എന്താണ്? പ്ലസ്സിനും ഇതിനും സെയിം പ്രയോറിറ്റി വരും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെയും കൂടെ പോപ്പ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്ലസ്സിനെ ഈ കേസിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് റൂളും കൂടെ പറഞ്ഞുതരാം. തേർഡ് റൂൾ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് കണ്ടു, ദെൻ പ്ലസ് കൊടുത്തു, സ്റ്റാർ കൊടുത്തു, ദെൻ അത് കഴിഞ്ഞ് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് എടുക്കും. എന്നിട്ട് ഈ ക്ലോസിങ്ങിന് തൊട്ട് മുമ്പുള്ള ഓപ്പണിംഗ് ഉള്ള ഫുള്ളും നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത എന്ത് ഓപ്പറേഷൻസും ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതുവരെ ഓപ്പണിംഗ് വരെ ഉള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി ചെയ്യത്തുള്ളൂ. അതാണ് റൂളെന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം.
ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. അൽഗോരിതം പറയുന്നതിന് മുമ്പ് ഇതൊന്ന് എക്സാമ്പിൾ കാണിച്ചിട്ട് അൽഗോരിതം പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഒരു എക്സ്പ്രഷൻസ് തന്നിരിക്കും. ആ എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ഈ ക്യൂവിൻ്റെ അകത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ എക്സ്പ്രഷൻസിനെ കൺവേർട്ട് ചെയ്ത് പോസ്റ്റ്ഫിസിലോട്ടാക്കണം. അപ്പം നമുക്ക് ഈ ഓരോന്നിനെയും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. സ്റ്റാക്കിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷനാണ് പോസ്റ്റ്ഫിസ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് റൂളെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ സ്റ്റാക്കിൽ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇടും. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാക്കിൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇടുക, എക്സ്പ്രഷൻ്റെ ലാസ്റ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടുക. സ്റ്റാക്കിൽ ഓപ്പണിംഗ് ബ്രേസസ് ഇടുക, എക്സ്പ്രഷൻ്റെ ലാസ്റ്റ് ക്ലോസിംഗ് ബ്രേസസ് ഇടുക. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോ എലമെൻ്റായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സിമ്പിൾ നമ്മൾ റീഡ് ചെയ്യാൻ ലെഫ്റ്റിൽ നിന്ന് റീഡ് ചെയ്യും. എ കണ്ടു, എ എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ഓഫ് ദിസ് എ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറാൻഡാണ്. ഓപ്പറാൻഡ് ആണെങ്കിൽ സ്റ്റാക്കിലൊന്നും ചെയ്യില്ല. പോസ്റ്റ്ഫിസ് എക്സ്പ്രഷൻസിൻ്റെ അകത്ത് നമ്മൾ ഓപ്പറാൻഡിനെ എഴുതും. ദെൻ നെക്സ്റ്റ് നമുക്ക് കാണുന്നത് ഒരു ഓപ്പറേറ്ററാണ്, പ്ലസ്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കണ്ടാൽ എന്താ? നേരെ സ്റ്റാക്കിൽ പോകും. സ്റ്റാക്കിൽ ആൾറെഡി കിടക്കുന്ന ഓപ്പറേറ്റർ ഇതിനേക്കാളും ഹയർ പ്രിസിഡൻസ് ആണോ? ഇവിടെ ഒന്നുമില്ല. ദെൻ അത് കഴിഞ്ഞതിന് നമ്മൾ നോക്കുന്നത് സെയിം പ്രിസിഡൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്ലസ്സിനെ ഇതിലോട്ട് അങ്ങ് പുഷ് ചെയ്ത് കൊടുക്കുക. പ്ലസ്സിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. അടുത്ത എനിക്ക് കാണുന്ന നെക്സ്റ്റ് സിമ്പിൾ ബി ആണ്. ബി ആകുമ്പം ഓപ്പറാൻഡാണ്. ഓപ്പറാൻഡ് ആണെങ്കിൽ നമ്മൾ സ്റ്റാക്കിലൊന്നും ചെയ്യത്തില്ല, പകരം നമ്മൾ പോസ്റ്റ്ഫിസ് എക്സ്പ്രഷൻസിൽ ആ ഓപ്പറാൻഡിനെ ആഡ് ചെയ്യും. ഓക്കെ, ഓപ്പറാൻഡ്സ് വന്നാൽ പോസ്റ്റ്ഫിസിലോട്ട് കൊടുക്കും, ഓപ്പറേറ്റർ വന്നാൽ സ്റ്റാക്കിലോട്ട് കൊടുക്കും. സ്റ്റാക്കും പോസ്റ്റ്ഫിസ് എക്സ്പ്രഷൻ. ഓപ്പറാൻഡ്സ് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ്ഫിസ് എക്സ്പ്രഷനിലോട്ട്, ഓപ്പറേറ്റർ വന്നാൽ സ്റ്റാക്കിലോട്ട് കൊടുക്കും. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് ഡിവൈഡാണ്. ഡിവൈഡ് ഈസ് ആൻ ഓപ്പറേറ്റർ. നോക്കുന്നു. ദെൻ പ്ലസ് ഉണ്ട്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്സ് ഉണ്ട്. പ്ലസ്സിനേക്കാളും ഹയർ പ്രയോറിറ്റിയാണ് ഡിവൈഡ്. സോ ഡിവൈഡ് ആഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ ഡിവൈഡ് ആഡ് ചെയ്യും. ഇവിടെ എ ബി തന്നെ. നെക്സ്റ്റ് ഞാൻ കാണുന്നത് സി ആണ്. സി കണ്ടു കഴിഞ്ഞാൽ ഇത് ഓപ്പണിംഗ് ബ്രാക്കറ്റാണ്. ഓപ്പണിംഗ് ബ്രാക്കറ്റ് പ്ലസ് ഡിവൈഡ്. ദെൻ സിയെ നമുക്ക് എവിടെയാണ് ആഡ് ചെയ്യാനുള്ള? ഓപ്പറാൻഡാണ്. അപ്പം നമ്മൾ നേരെ ഇവിടെ സി ആഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണുന്ന സിമ്പിൾ മൈനസ് ആണ്. മൈനസ് കാണുന്ന സമയത്ത് നോക്കുക, ഓപ്പണിംഗ് ബ്രാക്കറ്റ് പ്ലസ് ദെൻ ഡിവൈഡ് ആസ് ഹയർ പ്രയോറിറ്റി ദാൻ മൈനസ്. അപ്പോൾ മൈനസ് ഒരിക്കലും ഇതിന് ശേഷം വരത്തില്ല, ഡിവൈഡിന് ശേഷം വരത്തില്ല. സോ നമ്മൾ ഡിവൈഡിന് ഇതിൽ നിന്ന് പോപ്പ് ചെയ്ത് നേരെ പോസ്റ്റിലോട്ട് കൊണ്ടുവരും, പോസ്റ്റ്ഫിസ് എക്സ്പ്രഷനിലോട്ട് വരും. അപ്പം എ ബി സി ഡിവൈഡ് എന്ന് വരും. മനസ്സിലായോ? നമുക്കിവിടെ നോക്കുന്ന സമയത്ത് മൈനസിന് ലോ പ്രയോറിറ്റിയാണ്, ഡിവൈഡിന് ഹൈ പ്രയോറിറ്റി കണ്ടാൽ ഉടനെ ഡിവൈഡിനെ ഇതിൽ നിന്ന് പോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. ഇനി നമുക്ക് മൈനസിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം മൈനസിനും പ്ലസിനും സെയിം പ്രയോറിറ്റി ഉള്ളത് ഒരിക്കലും പാടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാക്കിൽ കിടക്കുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ പോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ വീണ്ടും ഇതിനെയും പോപ്പ് ചെയ്തു, പ്ലസ് വന്നു, അതും പോപ്പ് ചെയ്തു. ഇനി നമുക്ക് വരുന്ന എന്താണ്? നമുക്ക് നോക്കുമ്പോൾ മൈനസ് ഇടാം. ദെൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ദെൻ മൈനസ് അതുപോലെ ഇട്ട് എ ബി സി ഡിവൈഡ് പ്ലസ് വന്നു. ഇനി നെക്സ്റ്റ് സിമ്പിൾ ഏതാ വരുന്നത്? നെക്സ്റ്റ് സിമ്പിൾ ഡി ആണ് വരുന്നത്. ഡി ഓപ്പറാൻഡ് ആയതുകൊണ്ട് ഡിയെ നമ്മളിവിടെ എഴുതി. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഡി ആണ് ഇവിടെ എഴുതുന്നത്. നെക്സ്റ്റ് വരുന്ന ക്ലോസിംഗ് ബ്രാക്കറ്റ്. ക്ലോസിംഗ് ബ്രാക്കറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാക്കിൽ ഇങ്ങനെ ആയിരിക്കും. ഓപ്പണിങ് മൈനസ് ക്ലോസിംഗ് വന്നു. ഒരു ക്ലോസിംഗ് വന്നാൽ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ് ആയിട്ട് പോപ്പ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിന് ശേഷമുള്ള മൈനസിനെ എടുത്ത് ഇവിടെ ഇടുക. അപ്പോൾ എന്തെന്ന് വരും? എ ബി സി ഡിവൈഡഡ് ഡി മൈനസ്. ഇങ്ങനെയായിരിക്കും നമുക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് എ ബി ഡിവൈഡ് പ്ലസ് ഡി മൈനസ് എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത്. എ ബി സി ഡിവൈഡഡ് പ്ലസ് ഡി മൈനസ്. ഇങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് നമ്മൾ എഴുതുകയാണ്. ഓക്കെ, അതാണ് അൽഗോരിതം. നമുക്കിപ്പോൾ അൽഗോരിതം കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഇത് മനസ്സിലാവും. ഓക്കെ, ഇതിലൊന്ന് നോക്കാമേ. ഹിയർ നമ്മളിവിടെ എന്താ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ അൽഗോരിതത്തെ ഇൻഫിക്സ് എന്ന് പറയുന്നത് ക്യൂയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പോസ്റ്റ്ഫിസിനെ പി എന്ന് പറഞ്ഞ വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അൽഗോരിതത്തിൻ്റെ അകത്തൊരു സ്റ്റാക്കാണ്. സ്റ്റാക്കിൻ്റെ അകത്താണ് പാരാന്തസിസും ഓപ്പറേറ്റേഴ്സും. എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, പാരാന്തസിസും ഓപ്പറേറ്റേഴ്സും വയ്ക്കുന്നത്. ലെഫ്റ്റ് പാരാന്തസിസ് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റാക്കിൽ ലെഫ്റ്റ് പാരാന്തസിസ് വയ്ക്കും, റൈറ്റ് പാരാന്തസിസ് ക്യൂവിൽ ഫസ്റ്റ് സ്റ്റെപ്പ്.
ക്യൂയിൽ റൈറ്റ് പാരാന്തസിസ് ലെഫ്റ്റ് പാരാന്തസിസ് സ്റ്റാക്കിൽ വയ്ക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അൽഗോരിതമാണ്. അൽഗോരിതം നോക്കി പുഷ് ലെഫ്റ്റ് പാരാന്തസിസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻ ടു ദ സ്റ്റാക്ക് ആൻഡ് ആഡ് റൈറ്റ് പാരാന്തസിസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്യൂ. ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നു. ഏത് വരെ സ്റ്റാക്ക് എം ടി ആവുന്ന വരെ നമ്മൾ പ്രോസസ്സ് ചെയ്യും, അല്ലെങ്കിൽ ക്യൂവിലെ എല്ലാ എലമെൻസും ഇതാക്കുന്ന വരെ. ഇനി ഇഫ് ദ ഓപ്പറാൻഡ് ഒക്കേഴ്സ്, ഓപ്പറാൻഡ് എന്ന് പറയുന്നതാണ്, ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ അല്ല. ദെൻ A+B, അതിൽ എ ആണ് വരുന്നത്, ഓപ്പറാൻഡാണ് വരുന്നതെങ്കിൽ അതിനെ പിയിലേക്ക് വിടുന്നു. പിയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത പോസ്റ്റ്ഫിസിലോട്ട് പോകുന്നു. ഇഫ് ലെഫ്റ്റ് പാരാന്തസിസ് ഒക്കേഴ്സ്, ഇനി നമുക്കൊരു ലെഫ്റ്റ് പാരാന്തസിസ് ആണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ പുഷ് ഇറ്റ് ഇൻ ടു ദ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ലെഫ്റ്റ് പാരാന്തസിസ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ. ഇഫ് ആൻ ഓപ്പറേറ്റർ, ഞാനൊരു എക്സാമ്പിളാണ്, ചുമ്മാ ഒരു അറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ്ലി പോപ്പ് ദ സ്റ്റാക്ക് ആൻഡ് ആഡ് ടു ദ പിയിലോട്ട് ആഡ് ചെയ്യുക. ഈച്ച് ഓപ്പറേറ്റർ വിച്ച് ഹാസ് എ സെയിം ഓർ ഹയർ പ്രിസിഡൻസ് ദാൻ, ഈ ഏതിനേക്കാളും ഹയർ പ്രിസിഡൻസ് വരികയോ അല്ലെങ്കിൽ സെയിം പ്രിസിഡൻസോ വരികയാണെങ്കിൽ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുക. ആഡ് അല്ലെങ്കിൽ ആ ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യുക. അതാണ് നമ്മൾ അവിടെ ചെയ്ത 2 കാര്യങ്ങൾ. ഈ സ്റ്റെപ്പ് ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കുക. ദെൻ ആദ്യത്തെ 2 റൂള് പറഞ്ഞില്ലേ, സെയിം പ്രയോറിറ്റി വരുന്നെങ്കിൽ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഹയർ പ്രയോറിറ്റിയാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്, ഇനി വരാൻ പോകുന്നത് ഹയർ പ്രയോറിറ്റിയാണ്. ലോവർ പ്രയോറിറ്റി ആണ് നമ്മൾ ഇനി സ്റ്റാക്കിലായിട്ട് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ മാറ്റണം. ആ 2 റൂളാണ് ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യും. ദെൻ റൈറ്റ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പോപ്പ് ചെയ്യുക. ദെൻ ലെഫ്റ്റ് പാരാന്തസിസിനെ റിമൂവ് ചെയ്യുക. അതാണ് നമ്മുടെ ഓപ്പറേഷൻസ് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് പഠിക്കാം. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻസ്. ബ്രാക്കറ്റിംഗ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് A+B സ്റ്റാർ C ബാർ D പ്ലസ് E എക്സ്പൊണൻഷ്യൽ F ബാർ G. എല്ലാ ഓപ്പറേഷൻസും നമ്മളിടും. അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ സ്റ്റെപ്പിൽ സിമ്പിൾ സ്റ്റാക്കും പിയും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ആ സമയം തന്നെ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് നമ്മുടെ എക്സ്പ്രഷൻസിൽ ഇട്ടു. നോക്കിക്കേ, എക്സ്പ്രഷനിൽ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇട്ടു. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് എന്താണ്? ഓപ്പണിംഗ് ബ്രാക്കറ്റാണ്. ആ ഓപ്പണിംഗ് ബ്രാക്കറ്റ് എഴുതി അത് അതേപോലെ സ്റ്റാക്കിൻ്റെ അകത്തോട്ട് പുഷ് ചെയ്തു. നെക്സ്റ്റ് എ എന്ന് പറഞ്ഞാൽ ഓപ്പറാൻഡ് ആണെങ്കിൽ നേരെ പിയിലോട്ട് ഇട്ടു. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററാണ്, ഓപ്പറേറ്റർ സ്റ്റാക്കിൽ വേറെ ഓപ്പറേറ്റർ ഒന്നുമില്ല, സോ ജസ്റ്റ് പുഷ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ബി ആണ്, ബി നമ്മൾ അതുപോലെ പിയിലോട്ടിട്ട് ഓപ്പറാൻഡാണ്. ദെൻ നെക്സ്റ്റ് ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ക്ലോസിംഗ് വരെയുള്ള, ഇപ്പോൾ ക്ലോസിംഗ് നമ്മളിടും, ക്ലോസിംഗ് വരെയുള്ള എല്ലാത്തിനെയും നമ്മൾ പോപ്പ് ചെയ്തു. അതായത് രണ്ടാമത്തെ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ്, പ്ലസ്സിനെ നേരെ ഇതിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ. സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് പിയിലോട്ടിട്ടു. അടുത്ത നമുക്ക് വരുന്നത് സ്റ്റാറാണ്. സ്റ്റാർ വരുമ്പോൾ സ്റ്റാർ ജസ്റ്റ് പുഷ് ചെയ്താൽ മതി സ്റ്റാക്കിലേക്ക്. ദെൻ അത് കഴിഞ്ഞ് സി ആണ് വരുന്നത്. സി വന്നു കഴിഞ്ഞാൽ സി ഓപ്പറാൻഡാണ്. ഓപ്പറാൻഡ് വന്നാൽ നേരെ പിയിലോട്ട് ഇടുക. ഓപ്പറാൻഡ് നേരെ വന്നാൽ പിയിലോട്ട്, സ്റ്റാർ വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിലോട്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡാണ് വരുന്നത്. നെക്സ്റ്റ് ഡിവൈഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഡിവൈഡിനും സ്റ്റാറിനും സെയിം പ്രയോറിറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡാണ് വന്നത്. ഡിവൈഡിനും സ്റ്റാറിനും സെയിം പ്രയോറിറ്റി വന്നാൽ എന്ത് ചെയ്യണം? സ്റ്റാക്കിയിരിക്കുന്ന ആളിനെ പോപ്പ് ചെയ്തിട്ട് വേണം അടുത്ത ആളിനെ സ്റ്റാക്കിലോട്ട് ഇടാൻ. സ്റ്റാക്കിയിരിക്കുന്ന സ്റ്റാറിനെ ഞാൻ പോപ്പ് ചെയ്ത് ഇതിലോട്ടിട്ടു, എന്നിട്ട് ഞാൻ ഡിവൈഡിനിട്ടു. നെക്സ്റ്റ് ഡി വന്നു. ഡി ഞാൻ അതേപോലെ പോപ്പ് ചെയ്തു. പ്ലസ് വന്നു. പ്ലസ് വന്നപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി. പ്ലസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്ലസ് സ്റ്റാക്കിയിരിക്കുന്ന ആരാണ്? ഡിവൈഡാണ്. ഡിവൈഡിനാണ് ഹയർ പ്രയോറിറ്റിക്ക് ശേഷം പ്ലസ്സിനെ പ്ലേസ് ചെയ്യാമോ? ഇല്ല, പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ പോപ്പ് ചെയ്യണം. ഇവിടെ നിന്ന് ഈ സ്റ്റാക്കിൽ നിന്ന് ഡിവൈഡിനെ എടുത്ത് കളയണം. ഹയർ പ്രയോറിറ്റിയാണ് രണ്ടാമത്തെ റൂള്. ഓക്കെ. അതിനെടുത്ത് ഇതിലോട്ട് പോപ്പ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് പ്ലസ്സിനെ ആഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇയെ നമ്മൾ നേരെ പിയിലോട്ട് ഇടുക. ദെൻ എക്സ്പൊണൻഷ്യൽ വന്നു. എക്സ്പൊണൻഷ്യൽ വരുന്ന സമയത്ത് സ്റ്റാക്കിൽ നമ്മുടെ എ ആണുള്ളത്. സ്റ്റാക്കിൽ എക്സ്പൊണൻഷ്യൽ വരുന്ന സമയത്ത് പ്ലസ് ആണ്. അപ്പോൾ എക്സ്പൊണൻഷ്യലാണ് ഹയർ പ്രയോറിറ്റി, സോ നോ പ്രോബ്ലം. എക്സ്പൊണൻഷ്യൽ ഇട്ടു നമ്മൾ ചെയ്യുന്നു. ദെൻ അടുത്ത എഫ് നമ്മൾ അതുപോലെ ഇട്ടു. ദെൻ ഡിവൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഡിവൈഡിന് വരുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പൊണൻഷ്യലിനാണ് ഹയർ പ്രയോറിറ്റി ഡിവൈഡിനേക്കാൾ. അപ്പോൾ ആദ്യം എക്സ്പൊണൻഷ്യലിനെ ഇതിൽ നിന്ന് പോപ്പ് ചെയ്തതിന് ശേഷം ഡിവൈഡിനെ ഇടും.
ദെൻ നെക്സ്റ്റ് ജി അതുപോലെ പിയിലോട്ടിട്ട് ദെൻ ക്ലോസിങ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരെയുള്ള എല്ലാത്തിനെയും പോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാക്കിൽ ഇങ്ങനെ പ്ലസ് ഇങ്ങനെയല്ലേ സ്റ്റാക്കിലിടുന്ന പ്ലസ് ഡിവൈഡ് ഇങ്ങനെയാണ് സ്റ്റാക്കിലോട്ട് നമ്മൾ അവസാനം ഇടുന്നതിന് ആദ്യം എടുക്കും. അപ്പോൾ ഇതിനെ ആദ്യം എടുക്കും, അതിനെ ഡിവൈഡിനെ എടുത്തു ദെൻ പ്ലസ്സിനെ എടുത്ത് ഇതിലോട്ടിടും. ഇതാകുമ്പോൾ ഇതിൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. നിങ്ങളല്ലാതെ എഴുതി നോക്കിയാലും ഇത് തന്നെയായിരിക്കും പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ നിങ്ങൾ ബുക്കിൽ എഴുതി നോക്കണം. ഓക്കെ, ഇതും കൂടെ ചെയ്യുമ്പോൾ എല്ലാ എക്സ്പ്രഷൻസിനുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ തന്നെ എഴുതി നോക്കണം. തെറ്റാണെങ്കിൽ മാത്രമേ ഈ PPTയിലോട്ട് നോക്കാവൂ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇവാലുവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇവാലുവേഷൻ ചെയ്യുന്നത് ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതായിരിക്കും എൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആണല്ലോ. പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻസ് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻസ് കിട്ടുന്നതെങ്കിൽ ഇതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പറാൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓപ്പറേറ്റർ അല്ലാത്ത എന്തിനേയും നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്ന 7 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, 4 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ -3 എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ -3 എന്നല്ല. -3 അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൈനസ് അതിനോട് ചേർത്താണ് ഇട്ടിരിക്കുന്നത്, ബാക്കിയെല്ലാം മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. -3 ഇട്ടു. അപ്പോൾ ഇതുവരെയും ഓപ്പറാൻസേ വന്നോളൂ. ദെൻ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ വന്നു. ഓപ്പറേറ്റർ വന്നാൽ ഉടനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്ന രണ്ടിനെയും ഈ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. ആദ്യം കിടക്കുന്ന ഏതാ -3 വരും, അതിനൊരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യും, 4 വരും. എന്നിട്ട് ഈ വന്നിരിക്കുന്ന ഓപ്പറേറ്ററിനെ ഇതിൻ്റെ ബിറ്റ്വീൻ ഇടും. നമ്മൾ ആദ്യം ഓപ്പറാൻസിനെല്ലാം പുഷ് ചെയ്തു, 7 4 പുഷ് ചെയ്തു, -3 പുഷ് ചെയ്തു. സ്റ്റാർ കണ്ടാൽ ഉടനെ അവസാനം കിടക്കുന്ന രണ്ടെണ്ണത്തിന് എടുക്കും, അതായത് 4ഉം -3യും കിടക്കും. എന്നിട്ട് 4 × -3 നമുക്ക് കിട്ടും -12. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് രണ്ടിനും പകരം -12 എൻ്റർ ചെയ്യും. എന്നിട്ട് അടുത്ത വീണ്ടും നോക്കും, അടുത്ത വീണ്ടും 1 ആണ് കിടക്കുന്നത്, 1 ഇട്ടു. ദെൻ നെക്സ്റ്റ് 5 എൻ്റർ ചെയ്തു. നെക്സ്റ്റ് പ്ലസ് വന്നു. പ്ലസ് വന്നാൽ എന്താ, സെയിം കാര്യം തന്നെ ചെയ്യുന്നത്. നമ്മൾ ഇതിനെ രണ്ടിനെയും പോപ്പ് ചെയ്യും. ഇതിനെ രണ്ടിനെയും പോപ്പ് ചെയ്യുമ്പോൾ ഏതാ വരുന്നത്, 5ഉം പോപ്പ് ചെയ്യും, 1ഉം. ദെൻ 1 + 5 എന്ത് കിട്ടും, 6. ഇതിന് രണ്ടിനും പകരം ഞാൻ 6 എൻ്റർ ചെയ്യും. 6 എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ഞാൻ അടുത്ത നോക്കും. 6 എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ഞാൻ നോക്കുന്നത് ഏതാ, ദെൻ ഡിവൈഡാണ് വരുന്നത്. ഡിവൈഡ് വന്നാൽ എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെ എടുക്കണം. ഇതിനെ രണ്ടിനെ എങ്ങനെയാണ് എടുക്കുന്നത്, 6 എടുത്തു, ദെൻ -12 എടുക്കും, ദെൻ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -2 കിട്ടും. ഇതിന് രണ്ടിനും പകരം -2 കിട്ടും. ദെൻ അത് കഴിഞ്ഞ് സ്റ്റാറാണ് വന്നാൽ സ്റ്റാർ വന്നാൽ നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ അടുത്ത് രണ്ടെണ്ണത്തിന് എടുക്കും. അപ്പോൾ 7 × -2 അപ്പോൾ എന്ത് കിട്ടും, -14. ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പം ഈ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ -14 ശരിയാണോ നോക്കാൻ ഇതിനെ നിങ്ങൾ തിരിച്ച് ഇൻഫീസിലാക്കിയിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കിയാൽ സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അൽഗോരിതം പറഞ്ഞുതരാം. അൽഗോരിതം ഇത്രയേ ഉള്ളൂ. സപ്പോസ് നമുക്ക് P ആണ് നമ്മുടെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, പോസ്റ്റ് ഫിക്സിൽ എഴുതിക്കുന്ന അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, അതായത് നമ്മുടെ അവിടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഹാഷ് അറ്റ് ദ എൻഡിൽ ഒരു ഹാഷ് ആഡ് ചെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യും, എല്ലാ സ്റ്റെപ്പും സ്കാൻ ചെയ്യും. അവിടെ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു ഓപ്പറാൻഡാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു ഓപ്പറാൻഡാണ് കാണുന്നതെങ്കിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, ഒരു ഓപ്പറേറ്ററാണ് കാണുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു പ്ലസ് കണ്ടു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യത്തേനെ പോപ്പ് ചെയ്യും, അത് എയിലോട്ട് വെച്ചു. രണ്ടാമത്തേനെ പോപ്പ് ചെയ്തു, ബിയിലോട്ട് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, ബിയും എയും അല്ലേ. നമ്മളിങ്ങനെ കിടന്നു, 5ഉം 3ഉം ആണ് കിട്ടിയെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യത്തെ പോപ്പ് ചെയ്ത് ഞാനത് എയിലോട്ട് വെച്ചു, അപ്പോൾ 3 ആണ്. രണ്ടാമത്തെ പോപ്പ് ചെയ്ത് ബിയിലോട്ടാണ് വെച്ചത്. ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുന്ന, 5 + 3 എന്നല്ലേ, അതായത് B + A, ബി ഓപ്പറേഷൻ എ എന്ന് ചെയ്തു. എന്നിട്ട് ആ കിട്ടിയ ആൻസറിന് C ആണ്, അതിന് വീണ്ടും ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. എന്നിട്ട് ടോപ്പിൽ കിട്ടുന്നതാണ് എൻ്റെ റിസൾട്ട്, ലാസ്റ്റ് ടോപ്പിൽ കിട്ടുന്നതാണ് എൻ്റെ റിസൾട്ട്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിൻ്റെ ഇൻഫിക്സ് ഇതാ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇൻഫിക്സ് ഓപ്പറേഷൻ, അതിൻ്റെ പോസ്റ്റ് ഫിക്സ് എഴുതിയതാണ്. ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, എങ്ങനെ സ്റ്റാക്ക് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുക. എങ്ങനെയാണ് സ്റ്റാക്ക് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആദ്യം 5 ദെൻ 3 പ്ലസ് കണ്ടാൽ ഉടനെ 5 + 3 ആണല്ലോ 8, ഇതിനെല്ലാത്തിനോട് ചേർത്ത് 8 എന്ന് എഴുതി. ഓക്കെ,
ദെൻ അടുത്ത പ്ലസ്, അടുത്ത എന്ത് കാണും? 8 ആണ് കാണുന്നത്. 8നെ അതേപോലെ പ്ലേസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണുന്ന 2 ആണ്. 2നെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് വന്നു. മൈനസ് വന്നാൽ 8 മൈനസ് 2 എന്ത് കിട്ടും? 6. ഇതിനെ എല്ലാത്തിനെയും മാറ്റി 6 ഇട്ടു. ദെൻ 8ഉം 6ഉം. അത് കഴിഞ്ഞ് സ്റ്റാർ കണ്ടു. സ്റ്റാർ കണ്ടാൽ എന്ത് ചെയ്യുന്നു? 8 × 6 ദെൻ 48. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ചെയ്ത് നോക്കുക. ഓക്കെ. അടുത്ത വേറൊരു എക്സ്പ്രഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആ രീതിയിൽ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, ഇത് ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്യാം. ഇതിലെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 5 5 അതേപോലെ എഴുതും. 6 കോമ ഇട്ട് 6 എഴുതി. 2 വന്നു 2 അതുപോലെ എഴുതും. ഇതാണ് നമ്മുടെ ഈ എക്സ്പ്രഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇതിലോട്ടാക്കി. എന്നിട്ട് 5 എഴുതി, 6 എഴുതി, 2 എഴുതി, പ്ലസ് വന്നു. പ്ലസ് വന്നപ്പോൾ ഇതിനെ രണ്ടിനെ എടുത്ത്, ലാസ്റ്റ് രണ്ടിനെ എടുത്തിട്ട് ആഡ് ചെയ്ത് വെച്ചു. ദെൻ സ്റ്റാർ വന്നു. സ്റ്റാർ വന്നപ്പോൾ അതിന് രണ്ടിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ 12 വന്നു. 12 അതുപോലെ എഴുതി. ദെൻ 4 വന്നു. 4 അതുപോലെ എഴുതി. ഡിവൈഡ് വന്നപ്പോൾ ഇതിന് രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതി. മൈനസ് വന്നപ്പോൾ അതിന് രണ്ടിനെ മൈനസ് ചെയ്ത് എഴുതി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. ഓക്കെ, താങ്ക് യു.